அஸ்ஸலாமு அலைக்கும். இன்றത്തെ വീഡിയോയിൽ ನಾನು നെയ് പത്തൽ ಹಾಕೊಂಡು ಕಾಟ್ರೆ ಇದು ಕುಂಡಲ್ಲೇ പൊട്ടെണ്ണടപ്പാണ്ടും ചൊല്ലാറ്. ಕೋಳ್ಳೆ ಕರಿക്ക് ಈ ಎಪ್ಪ ಬಾರಿ നല്ല ಆವಡು. ಈ ಎಪ್ಪತ್ತದು ನಾನು ಪಿಂಡಡಾರಿ ಯೂಸ್ ಹಾಕಿಡು അങ്ങനായിട്ട് ഇത് എത്ര നേരം വെച്ചെങ്കും നസയ മെക്കർ. ಈ ನೆಯ್ ಪತ್ತರ್ಗೆ ಹಾಕೋಗಾಯಿಟ್ಟು ನಾನು 3 ಕಪ್ ಪಡ್ಸಾಂಬಾರು ಅರಿ ಇರ್ತಾರೆ ಅಂದಾಗ ಪಿಂಡಿ ಹಾಕಡಲ್ಲೇ ಆ ಅರಿ ಇದಕ್ಕೆ ನಾ இப்போ 1 ಕಪ್ಪು ಪಚ್ಚರಿ ಇಟ್ಟರೆ ಒಟ್ಟು 1 ಸೇರ 3 ಕಪ್ ಪಡ್ಸಾಂಬಾರು ಅದಕ್ಕೆ 1 ಕಪ್ ಪಚ್ಚರಿ ಒಟ್ಟು 1 ಸೇರ ಈ ಪಿಂಡಿ ಹಾಕಿಟ್ಟು ನಾವು ಪಚ್ಚರಿ ಮಿಕ್ಸ್ ಆಗಿ ಇಟ್ಟಿಟ್ಟೆಂಗೆ ನಾವು ಅಪ್ಪ ಫ್ರೈ ಹಾಕಿಟ್ಟು എടുക്കുമ്പോൾ ಅದು ಬೇಗ ಕಾಯಿರು. ಇದ್ರ ಚಂದ ಕಲ್ಗಿಟ್ಟು ஒரு 5-6 ಗಂಟೆ നനയോ ബേക്കണം. ഇപ്പം ഇത് 5-6 ಗಂಟೆ നനഞ്ഞാരി ഇത് ഞങ്ങൾ അരക്കുകയായിട്ട് ഇത് നനച്ചിട്ട് വെച്ച് തണ്ണിയെല്ലാം എടുക്കണം. എടുത്തിട്ട് ഞങ്ങൾ ഈ അരി അരക്കണം. ഈ അരിക്ക് நான் ஒரு தேங்காய் அரைச்சிக்கோங்க, പിന്നെ ஒரு நீர்லி, പിന്നെ 2 டீஸ்பூன் ಬಡಸೊಪ್ಪು. ഞങ്ങൾ ಗ್ರೈಂಡರ್ಲಿಂಟಾಗ ಇದೆಲ್ಲ ಒಟ್ಟಿಗೆ ಇಟ್ಟಿಟ್ಟು ಅರಕಬಾರ್ದು, ಮಿಕ್ಸಿಲಿಂಟಾಗ ಆವಿಲ್ಲ. ಅದಕ್ಕಾയിട്ട് நான் 2 ಬಟ್ಟು ಅರಚಿ ಕಾಟ್ರೆ. இப்போ ஃபஸ்ட்டுக்கு நீரில் கட் ஆக்கியதில் பாதி பாகம் நீரில் இடுறேன். പിന്നെ ചതച്ച് വെച്ച തേങ്ങയിൽ ഉറപ്പിട്ടിടത്തര തേങ്ങ ഇട്ടിട്ട് ഈ നീരിലിടത് തെല്ലാണ് അരച്ചിട്ടെടുക്കണേ. എന്തിക്ക് ചെന്നെങ്കിൽ നീരിൽ നല്ല അരിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എണ്ണ ഫ്രൈ ആക്കുമ്പോൾ അതിന് അപ്പം പൊട്ടുறது. இப்போ நனைச்சிட்டு வச்சு அரியில் அதே போல் பாதி பாகம் இட்டுறேன், பாதி பாகம் இன்னொருக்கத்துக்கு வைக்கிறேன். പിന്നെ തേങ്ങയിൽ അതേ പോലെമേ പാതി ഇട്ടിട്ട് പാതി இன்னொருக்கத்துக்கு வைக்கிறேன். പിന്നെ 1 ടീസ്പൂൺ എത്തര ബടസൊപ്പ്, 3/4 കപ്പുളത്ത് തണ്ണി ബീച്ചിട്ട് ഞാൻ ഇതിൽ അരച്ചിട്ട് എടുക്കണേ. പിന്നെ പിൻ്റെ രണ്ടി തെല്ല് ಯಾರ ನೈಸ್ ആവണം. ഞങ്ങൾ പിൻ്റെ ഇറക്കണില്ല, അതിലാണ്ടി തെല്ല് ಯಾರು അരച്ചിട്ട് എടുക്കണം. ഈ അരച്ച് പിട്ടുறது நான் ஒரு பவுலுக்கு இட்டுறேன். பவுலுக்கு இட்டுட்டு இன்னொருக்கத்ததும் அதே போலமே அரைச்சிட்டு எடுக்கிறேன். நான் பொறுத்த போலமே ஃபஸ்ட்டு நீரில் தெல் தேங்காய் இட்டுட்டு ஒரு கரைச்சிட்டு எடுக்கிறேன். പിന്നെ ಅದಕ್ಕೆ ಬಾಕಿ ಒಳ್ഞ്ഞ ಅರಿ, തേങ്ങ, പിന്നെ ബടസൊപ്പ് തെല്ല് തണ്ണി ബീത്തിട്ട് അതും അതേപോലെ അരച്ചിട്ട് മുപ്പടെ എടുത്ത പിട്ടിക്ക് അതേ എടുത്തത് ഈ പിട്ടുறதும் அரைச்சிட்டு எடுக்கிறேன். ഇത് പിണ്ടിടാനായിട്ട് തെല്ല് ಯಾರು അരച്ചെങ്കിൽ മെയ്യാവണം ഈ പിട്ട്. ഈ പിട്ടിക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഇപ്പം തെല്ല് ഉപ്പിടുறேன். ഉപ്പിട്ടിട്ട് ഇത് നല്ല മിക്സ് ആക്കണേ. പിട്ടും ഉപ്പും ഒരേപോലെ മിക്സ് ആവണം. ഇതിപ്പോൾ ഇത് തെൽപ്പുണ്ടോ ഇതിനാ ഇപ്പോൾ ഇത് ಉಂಡೆ ಕಟ್ಟ ಬಂದಿಲ್ಲ. കുറേ ಆಳು ಇದಕ್ಕೆ എന്താ ಅರ್ರೆ ಪೊಡಿ ಇಟ್ಟಾರೆ. ನಾನು ಅರ್ರೆ ಪೊಡಿ ಇಟ್ಟರ ಬದಲಿಗೆ ನಾ ಈ ಪಿಟ್ಟಿಡದು ಈ ಬೆಚ್ಚಗಾವಲ್ಗೆ ಇಟ್ಟಿಟ್ಟು ಪುಲ್ಕಿಟ್ಟು ಎಡ್ಕಡೆ. ಪಿಂಡೆಗೆ ಪಿಟ್ಟರ ಪುಲ್ಕಿಟ್ಟು ಗಟ್ಟಿ ಹಾಕಲಿ, അതേ പോലെ ഇതിലതും തെൽ പുൽക്കിട്ട് ಗಟ್ಟಿ ಹಾಕಡೆ. ಯಾರು ಗಟ್ಟಿ ಹಾಕಡೆ ಬೇಡ, ನಾವು ಪಿಂಡಿ ಹಾಕಲಿ അത്ര ಗಟ್ಟಿയോടെ ಬೇಡ, അതിനായിട്ട് തെല്ല് നസ ഇക്കണം. തെല്ല് നസ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അത് പರ್ತോക്ക് പണ്ട് ಯಾರು ಗಟ್ಟಿയെങ്കിൽ ಅದು ಅವಡಿಗೆ ಪುಟ್ಟಿಯ പോലെ ಆವಡು. ಪಿಂಡೆಲ್ಲ ಪಿಟ್ಟು ಹಾಕಿയ പോലെ ಹಾಕೊಡು ಆಯಂಗೆ അതിനായിട്ട് തെല്ല് നസ ಬೇಯ್ക്കണം. ഇപ്പം ഇത് മെയ്യാവും ഇത്തര. ഇപ്പം ഇതെല്ലാം എടുക്കണേ, എടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ടേ. പിന്നെ ബാക്കി ഉഴിഞ്ഞതും അതേപോലെമേ ഞാൻ ഇങ്ങനെ മേക്കിയിട്ട് അദ്രದ್ದು അതേപോലെമേ ഇതേ എടുത്തിട്ട് വിട്ರೆ. ഇട്ടിട്ട് ഞങ്ങൾ ഈ ಬೆಚ್ಚമേ ഇതത് ഞോണ്ടണം. എന്ത് ചെന്നെങ്കിൽ ഇതിൻ്റെ ചപ്പയെങ്കിൽ അത് അവിടേക്ക് ഒന്നൊന്ന് കല്ല് കെട്ടിയ പോലെ അവിടെ അല്ല വെച്ച് ഞോണ്ടിയെങ്കിൽ ഞങ്ങൾ പിട്ട് ഒരേപോലെ ഹദ്ദായി കിട്ടും. ഇത്തരണ സെഞ്ഞെങ്കിൽ മെയ്യാവಡು. ഞാനിപ്പോൾ അപ്പാക്കുകയായിട്ടാ ഇതിൽ പിട്ടെടുത്തിട്ട് ഉണ്ട ಹಾಕಡೆ. ഉണ്ട ಹಾಕಿയത് ഞങ്ങൾ ഇത് പത്തണിപ്പം. ಅದಕ್ಕಾയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ മേൽ വെച്ചിട്ട് ഈ ഉണ്ടയുടെ അതിൽ നടുവിൽ വയ്ക്കണേ. 2 പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ നടുവിൽ ഈ ഉണ്ടയുടെ വെച്ചിട്ട് ഇതിൽ ഒത്തിട്ട് ഇങ്ങനത്തെ വിരലിൽ ಇದಕ್ಕೊಂದು ರೌಂಡ್ ಶೇಪ್ ಕೊಡ್ಬಿಟ್ಟು ನಾವು ಪೂರಿ ಹಾಕಡಲ್ಲಿ ಪೂರಿಯ ಶೇಪು ಹಾಕಡೆ ഇതിലത് ഇങ്ങനെ പരത്തോണം. ഞാൻ ഇങ്ങനെ വിരലിങ്ങനെ പരത്തിയെങ്കിൽ ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ನಾವು പിന്നെ ಯಾರು ತೆಲುಪುವಾಮ ತೀರ ಯಾರು ದಪ್ಪವಾಮ ತೀರ ഇത്ര മെയ്യാവണം. ഇത് ഞങ്ങൾ ഈ പരത്തിയത് ഒരു ക്ലീൻ തുണിൻ്റെ മേലെ ഇടണം. நான் அதே போல் இன்னும் நான் காட்டுறேன். இங்கே பிளாஸ்டிக் தொட்டுற மேலே உருண்டை வச்சுட்டு அதில் மேலே நான் இந்த பிளாஸ்டிக் வைக்கணும். இதில் ஒத்தணும். ஒத்திட்டு இങ്ങനെ ನಾನು ಶೇಪ್ ಕೊಡ್ಕೊಂಡು ಬರணும். പിന്നെ ഈ പ്ലാസ്റ്റിക്ക് തെല്ല എണ്ണ തോത്തി വരണം. എണ്ണ തോത്തിയെങ്കിൽ അത് പത്തില്ല.
ಯಾರು ತೆಲುಪು ಬರ್ತೋತಿದ ತೆಲುಪು ಬರ್ತಿದ್ದಂಗೆ ಎಣ್ಣೆಗೆ ಇಟ್ಟಿಟ್ಟು ಫ್ರೈ ಹಾಕುമ്പോൾ ಅದು ಅವಳಿಗೆ ಕೊಟ್ಟರು. ನಾವು ಈಗ ನಿಮಗೆ ಚೆಮ್ಮೆ ಆಪೆ ಬರ್ತಿ ಬೆಚ್ಚಂಗೆ പിന്നെ ഫ്രൈ ആക്കുമ്പോൾ അതിലത് ಬೇಗ ಬೇಗ ಫ್ರೈ ആക്കിയിട്ടെടുക്കുക ಅವಳು. ನಾನು ಇನ್ನು ಈ ಪತ್ತರದ್ದು ಇನ್ನೊಂದು ಡಿಸೈನ್ಲಾಗಿ ಕಾಟ್ರೆ ಈ ಪ್ಲೇನ್ ದಾಂಟಿ ಇಂಗಂತ ಡಿಸೈನ್ ಹಾಕಿ ಚಂದ ಕಾಣು. ಈಗ ಪೂರಿ ಪದ பார்த்துட்டு அதுக்கு நான் இன்னும் ஷேப் கொடுத்தோம் போகணும். இது நீங்கள் ஷேப் கொடுக்கும்போது கைக்கு பற்றி அந்த தண்ணி முக்கிட்டு ಕೈ ಚಂಡಿ ಹಾಕಿಟ್ಟು ಈಗ ಹಾಕುವ ಪ್ಲೇನ್ ಹಾಕದಾಂಡಿ ಈಗಂತ ಶೇಪ್ ಆಗಿ ದಪ್ಪ ಹಾಕಿ ಹಂಗೆ ಈ ನೆಯ್ ಪತ್ರ ಚಂದ ಕಾಂಡು அப்பெல்லாம் பருத்தி வச்சேன். இது நாங்கள் இதாவது ஃப்ரை ஆக்கிட்டு எடுப்போம். நான் இப்போ நெய் பத்து ஃப்ரை ஆக்கிட்டா ஒரு பணலை வச்சேன். ಈ பணலில் எண்ணெய் நல்ல ಬೆಚ್ಚ ಆಯಿಲ್ பின்ன நாங்கள் பருத்தி வச்சு அப்பத்தை எடுத்துட்டு ಈ ಬೆಚ್ಚ ಎಣ್ಣೆಗೆ ಇಡணும். പിന്നെ കയ്യിൽ നാങ്ങൾ ഇങ്ങനെ സൈഡിലെല്ലാം എണ്ണ പാർപാട്ട് എണ്ണ പാർപാടിട്ടാകുമ്പോൾ അത് നല്ല പൊങ്ങവുണ്ട്. இப்போ நோக்கு நல்ல பொங்க வந்து ഈ പൊങ്ങ വന്നാൽ പിന്നെ நான் ഇനി എപ്പത്തത് രണ്ട് സൈഡ് ഒരേ പോലെ ആക്കിയിട്ട് കാച്ചിട്ട് എടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവണം. ഒരേ പോലെ കായണം രണ്ട് സൈഡും. ഈ നെയ്പ്പത്തൽ ഇപ്പോൾ നല്ല കാഞ്ഞിട്ട് ഇത് நான் இப்போ எண்ணெய் எடுத்து எடுக்கிறேன். எண்ணெய் எடுத்து எடுத்துட்டு நான் எண்ணெய் ಅರಿಯೋಗಾಯಿಟ್ಟು ஒரு ಅರ್ಪೆಗೆ ಇಡ್றேன். ನಾನು ಇನ್ನೊಂದು ಶೇಪಲ್ಲಿ ಹಾಕಿ ಅಪ್ಪತ್ತதும் காய்ச்சி காட்டுறேன். ನೀವು ಇದು இப்போ ಬೆಚ್ಚ ಎಣ್ಣೆಗೆ ಇಡ್றேன். நாங்கள் அப்போ இடும்போது எண்ணெய் நல்லா காஞ்சிட்டு இருக்கணும். காஞ்சிட்டு அப்போ நல்லா பொங்க பண்டு இப்போ நான் இது அப்போ ಇಟ್ಟೆ ಇದು ನಾನೊಂದು ಕೈಲಿ ಇದೆಲ್ಲ ಸೈಡ್ಗೆ ಎಣ್ಣೆಂದು ಪಾರ್ಬಾಟಂటే ಅದೇ ಆಯಿತು ಪೊಂಗ ಬಂತು. ನಾವು ಪಿಟ್ಟು ಹಚ್ಚದು ಪರ್ತಿಯದೆಲ್ಲ ಸಮಾಯಂಗೆ ಚಂದത്തിൽ അതേ ആയിട്ട് പൊങ്ങ പണ്ട്. പിന്നെ ഞാൻ ഇതിലൊക്കെ അതേപോലെ അങ്ങനെ ഗോൾഡൻ കളർ കാച്ചിട്ട് ഇതിലൊക്കെ എടുത്തരാണ് അപ്പത്ത്. நான் எல்லா அப்பத்ததும் நீங்கள் ஃப்ரை ஆக்கிட்டு எடுக்கிறேன். நாங்கள் பின்னடி அரியில் ಹಾಕಿದ್ಲಾಯ್ತಾ ಈ ನೆಯ್ಪತ್ತದು ಎತ್ತರ நேரம் ஆகும் ಮಸೆಮೇಕ್ಕಳು ಗಟ್ಟಿಯಾವು ಇಲ್ಲ. അതേപോലെ ഞാൻ പച്ചരി ഇട്ടതിൽ ഈ അപ്പ ಬೇಗ ಬೇಗ ಕಾಚಿಟ್ಟು എടുക്കുക ಅವರು. പിന്നെ പ്ലെയിൻ ಹಾಕ್ರಾಂಡು ಈಗ ಡಿಸೈನ್ ಹಾಕಿಯಂಗೂ അതും ಚಂದಮೇ ಕಾಂಡು. ഞങ്ങൾ നല്ല പൊങ്ങ ಬಂದ ಬೆಚ್ಚ ಬೆಚ್ಚ ನೆಯ್ಪತ್ತು ರೆಡಿ. ಅಂದರೆ ಈ ವಿಡಿಯೋ ನಿಮಗೆ ಇಷ್ಟ ಆയെങ്കിൽ ಲೈಕ್ ಹಾಕೋರು, ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗೋರು, അതേപോലെ നിങ്ങളുടെ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸಿಗೆಲ್ಲ ಶೇರ್ ಹಾಕೋರು. രണ്ട് വീഡിയോമെല്ലാം നിങ്ങൾ ഫസ്റ്റ് നോക്കണം കേട്ടായെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ആക്കുമ്പോൾ മറക്കണ്ട.